എല്ലാ സമ്മതിദായകരും തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നതുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും അല്ലമീൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, ഗുഡ് മോർണിംഗ്. സജ്ജമായി കഴിഞ്ഞു തിരുവനന്തപുരത്ത്? നമുക്കറിയാം പൊടിപാറും പോരാട്ടമായിരുന്നു. ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, പന്ന്യൻ രവീന്ദ്രൻ എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. അമീൻ, ഒപ്പം തന്നെ UDF ബീറ്റ് കൈകാര്യം ചെയ്യുന്ന ആളാണ് അമീൻ. എന്താണ് UDFന്റെ ഒരു പ്രതീക്ഷ? ക്ലീൻ സ്വൈപ്പ് ആകുമോ? 2020 അടിക്കുമോ? തിരുവനന്തപുരത്തെ വോട്ടറാണെന്ന് തോന്നുന്നു. ആറ്റിങ്ങലായിരിക്കണം, വിദുരയല്ലേ? അതെ, ആറ്റിങ്ങൽ വോട്ടറാണ്. പറയൂ അമീൻ, എന്താണ് തിരുവനന്തപുരത്ത് അവസാന ഇതിലും സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം അത്തരത്തിൽ ശ്രദ്ധയാകർഷിക്കുന്ന പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം. കേന്ദ്രമന്ത്രി, MP ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി, മുൻ MP ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങി വലിയ പോരാട്ടം തീർത്തതിനൊടുവിലാണ് വോട്ടർമാർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തൈക്കാടുള്ള പോളിംഗ് ബൂത്തിലാണ്. ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ആര് വിജയിച്ചാലും, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് വിജയിച്ചാലും അത് ചരിത്രത്തിലേക്കുള്ള ഒരു നടന്നുകയറ്റമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് സിറ്റിംഗ് MP ശശി തരൂരിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം 3 ടേമിലായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്. 4ാം അംഗം ലക്ഷ്യം വെച്ച് അദ്ദേഹം ഇറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് വിജയം സാധ്യമായാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി 4 വട്ടം MP ആകുന്ന ഒരാളെന്ന നിലയിൽ ശശി തരൂരിന് അതിലേക്ക് മാറാനാകും. വലിയ പ്രതീക്ഷയോടുകൂടി BJP നേതൃത്വം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ മണ്ഡലത്തിൽ ഫീഡ് ചെയ്തിരിക്കുകയാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലമായി കാണുന്ന അവർ വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 2ാം സ്ഥാനത്തേക്ക് പോയ ഒരു മണ്ഡലം. അവിടെ ഏതെങ്കിലും തരത്തിലൊരു വിജയം സാധ്യമായാൽ അത് BJPക്കും ആ അർത്ഥത്തിൽ ചരിത്രമാകും. പന്ന്യൻ രവീന്ദ്രൻ കഴിഞ്ഞ തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകളിലേക്ക് ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡല പരിധിയിലുള്ള വിവിധ നിയമസഭാ മണ്ഡലങ്ങളെയും പ്രതിനിധീകരിക്കുന്നത് ഇടത് MLA മാരാണ്. അതോടൊപ്പം തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഭരണം കൈയാളുന്നതും ഇടതുമുന്നണി. അങ്ങനെ വലിയ കരുത്തും വലിയ ഗ്രൗണ്ട് ക്ലിയറൻസും ഒക്കെ ഉണ്ടായിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ 2-3 തവണയായിട്ട് വലിയ തിരിച്ചടിയും ഇടതുമുന്നണിക്ക് ഉണ്ടാകുന്നുണ്ട്. പന്ന്യൻ രവീന്ദ്രനിലൂടെ ആ തിരിച്ചടി എത്രത്തോളം മറികടക്കാനാകും, എന്ത് സംഭവിച്ചാലും അത് വിജയിച്ചാലും 2ാം സ്ഥാനത്തേക്ക് എത്തിയാലും അത് ആ അർത്ഥത്തിൽ ചരിത്രമാകും. അങ്ങനെ എല്ലാ തരത്തിലും ശ്രദ്ധേയമായ ഒരു പോരാട്ടം തന്നെയാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ആ പോരാട്ടത്തിൻ്റെ വീറും വാശിയും ഒക്കെ പ്രചരണ രംഗത്ത് കൃത്യമായി കണ്ടിരുന്നു. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒരുപക്ഷേ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് പോലും പ്രചരണഘട്ടത്തിൽ പലപ്പോഴും കടന്നുപോയിരുന്നു. സിറ്റിംഗ് MP ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ കേസ് കൊടുക്കുന്നു, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ താക്കീത് നൽകുന്നു, സൈബർ പോലീസ് കേസെടുക്കുന്നു. അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖറിന്റെ അഫിഡവിറ്റുമായി ബന്ധപ്പെട്ട കണക്കുകളിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാണിച്ച് ആദ്യം ഇടതുമുന്നണി, അതിനുശേഷം കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നു. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥികളെ തളച്ചിടാനും കുരുക്കിയിടാനും എതിർ സ്ഥാനാർത്ഥികൾ ശ്രമിച്ചതും നമ്മൾ ഈ പ്രചരണ കാലയളവിൽ കണ്ടതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇറങ്ങി പ്രചരണരംഗം കൊഴുപ്പിക്കുകയും ഇളക്കിമറിക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വിധിയെഴുതുന്നത്. പോളിംഗുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളും അതിൻ്റെ ഒരുക്കങ്ങളും എല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ പല ബൂത്തുകളിലും ഉദ്യോഗസ്ഥരെത്തി അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളായിട്ടുള്ള പോളിംഗ് ഏജന്റുമാരൊക്കെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. അവരുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് നടത്തിയതിനു ശേഷം 7 മണിക്കൂർ നടക്കുകയാണ്.